നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരായിരിക്കും ആ ബി.ജെ.പി. നേതാവ്? ബി.ജെ.പിയിലെ കോർ കമ്മിറ്റിയിലെ പ്രമുഖനെതിരെ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുമെന്ന് സൂചന നൽകിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് മുമ്പിലേക്ക് യുവമോർച്ചക്കാർ കൊണ്ടുവന്ന കാളയെ തിരിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. എന്താണ് അദ്ദേഹം ഇത് പറയാൻ കാരണമെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ചില സത്യങ്ങൾ വെളിവായത്. ബി.ജെ.പിയിലെ ഒരു ഉന്നതന്റെ ഓഡിയോ ക്ലിപ്പുകൾ ചില മാധ്യമങ്ങളുടെ കൈവശം എത്തിയിട്ടുണ്ടത്രേ. ആ ക്ലിപ്പുകളെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനും അത്യാവശ്യം അറിയാം. ഒരുപക്ഷെ ബി.ജെ.പിയിലെ തലമുതിർന്ന നേതാവാണ് അദ്ദേഹമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ആ ഓഡിയോ ക്ലിപ്പിംഗുകൾ പുറത്തു വന്നാൽ ബി.ജെ.പി. വലിയ പ്രതിസന്ധിയിലാകും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ബി.ജെ.പിയോട് ആ കാളയെ രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോയി കെട്ടേണ്ടി വരുമെന്നുള്ള ഒരു സൂചന, മുന്നറിയിപ്പ് വി.ഡി. സതീശൻ നൽകിയതെന്ന് പറയപ്പെടുന്നു. ബി.ജെ.പിയിലെ പ്രമുഖ നേതാവായ ഇദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിംഗ് ചില മാധ്യമങ്ങളുടെ കയ്യിലും ബി.ജെ.പി. വിട്ട ചില നേതാക്കളുടെ കയ്യിലും ഉണ്ടെന്നാണ് സൂചന. അത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബി.ജെ.പിയിലെ പ്രമുഖ നേതാവായ ആ വ്യക്തി നടത്തിയ ചില സംഭാഷണങ്ങൾ പുറത്തു വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ പോലും ബാധിക്കുന്ന തരത്തിലായിരിക്കും ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരിക എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ബി.ജെ.പി. ആകട്ടെ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെയൊരു സംഭവമേ ഇല്ലെന്നും പുറത്തു വന്നാൽ നമുക്ക് കാണാമെന്നുമുള്ള വാശിയിലാണത്രേ അവർ. വി.ഡി. സതീശൻ പറഞ്ഞത് വെറുതെയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം വെറുതെ പറയില്ലല്ലോ എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങൾ അത് ഗൗരവമായി ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ചുള്ള ചില വാർത്തകൾ, ചില നുറുങ്ങും പൊടിയും ചേർത്ത വാർത്തകൾ പുറത്തുവിടുന്നുമുണ്ട്. ഏതായാലും ആരാണ് ആ ബി.ജെ.പി. നേതാവെന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എല്ലാവരും. എപ്പോഴാണ് ആ ക്ലിപ്പുകൾ പുറത്തു വരിക? ആ ക്ലിപ്പുകൾ പുറത്തു വന്നാൽ, ആ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നാൽ അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? പാലക്കാട് പിടിച്ചെടുക്കുമെന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. എന്നാൽ പാലക്കാട് പിടിക്കാനുള്ള അവരുടെ നീക്കത്തിന് തടയിടാനാകുമോ ആ വോയിസ് ക്ലിപ്പിംഗ് പുറത്തു വരിക? ഇതെല്ലാം അറിയണമെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് തങ്ങളെ അങ്ങനെ വേട്ടയാടാൻ നോക്കേണ്ടെന്നും അപ്പുറത്തുള്ള രണ്ട് പാർട്ടികളിലും ഇതിനേക്കാൾ മിടുക്കന്മാരുണ്ടെന്നും അവരുടെ വോയിസ് ക്ലിപ്പിംഗുകൾ വരും ദിവസങ്ങളിൽ വരുമെന്നുള്ള മുന്നറിയിപ്പാണ് വി.ഡി. സതീശൻ ഇന്ന് നൽകിയത്. അതുകൊണ്ട് ഇനിയൊക്കെ ആരുടെയൊക്കെ വോയിസ് ക്ലിപ്പിംഗുകൾ എപ്പോഴൊക്കെ വരുമെന്നുള്ള ആലോചനയിലും ചിന്തയിലുമാണ് എല്ലാവരും. ബി.ജെ.പിക്ക് എതിരെയുള്ള അല്ലെങ്കിൽ ബി.ജെ.പി. നേതാവിന്റെ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത് ബി.ജെ.പിക്കാർ തന്നെയാണെന്നുള്ള സൂചനയും ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ബി.ജെ.പിയിലെ ഒരു നേതാവിന്റെ ചില ഓഡിയോ ക്ലിപ്പിംഗുകൾ പുറത്തു വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ.